ത്രിയേക ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഭാഗ്യവതിയായ ദൈവമാതാവിൻ്റെ വാങ്ങു പെരുന്നാളിൻ്റെ നോയമ്പ് ദിനങ്ങളിൽ കൂടി നാം കടന്നിരിക്കുകയാണല്ലോ. ഈ പെരുന്നാൾ നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശം പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവകൃപയിൽ ആശ്രയിച്ച് വിശുദ്ധിയുടെ പടവുകൾ കയറുക, ജീവിതത്തെ ഗുണപരമായി മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണല്ലോ. വിശുദ്ധ ജീവിതത്തിലൂടെ ഈ അനുഗ്രഹീത വ്യക്തിത്വം അനേകർക്ക് ആശ്വാസവും തുണയുമായിരുന്നു. ഒരു ദിവ്യമായ പ്രകാശം മാതാവിൽ നമുക്ക് ദൃശ്യമായി കാണാം. സാധാരണമായ സാമൂഹിക പശ്ചാത്തലത്തിൽ വളർന്ന മറിയമിന് ദൈവിക സന്ദേശങ്ങൾ തിരിച്ചറിയുന്നതിനും ദൈവിക നിയോഗം ഫലമേൽക്കുന്നതിനും ആവശ്യമായ പക്വത ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും ഉത്തമവും ശ്രേഷ്ഠവുമായ അവസ്ഥയാണ് പരിശുദ്ധ കന്യകമറിയാമിന് ലഭിച്ചത്. കാരണം വിനയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിവേകത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ഉടമയായിരുന്നു പരിശുദ്ധ അമ്മ. സമർപ്പണ വഴിയിൽ ഒരു സൂര്യ തേജസ്സായി ജ്വലിച്ചു നിന്നു. എന്നാൽ സുഖകരമായ അവസ്ഥയല്ലായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. വചനമാൻ ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ഗർഭധാരണം ചെയ്തതു മുതൽ അനേകം പ്രതിസന്ധികൾ ജീവിതത്തിൽ അമ്മ നേരിട്ടു. എന്നാൽ പരിഭവിക്കുകയോ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ ചെയ്യാതെ അവയെ സന്തോഷപൂർവ്വം നേരിടുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്തെ അവനോടൊപ്പം സഞ്ചരിച്ചു. പീഡാസഹനത്തിലും കുരിശിൻ്റെ ചുവട്ടിലും തൻ്റെ മകൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. നിൻ്റെ സ്വന്തം പ്രാണൻ കൂടി വാൾ കടക്കുമെന്ന ശീമോൻ്റെ വെളിപ്പെടുത്തൽ മുന്നിലുണ്ടായിരുന്നു. അതിനാൽ ജീവിതത്തിലെ സഹനാനുഭവങ്ങളെ മാതാവ് നേരിട്ടത് ദൈവിക പദ്ധതി എന്ന നിലയിലാണ്. തൻ്റെ ചാർച്ചക്കാരിയായി വാർദ്ധക്യത്തിലിരിക്കുന്ന എലിസബത്തിനെ സന്ദർശിക്കുവാൻ ബന്ധപ്പെട്ടു പോകുന്നതായി നമുക്ക് കാണാം. 2 തലമുറകളുടെ സംഗമമാണ് അവിടെ നമുക്ക് കാണുന്നത്. എലിസബത്തിനോടുള്ള മറിയമ്മൻ്റെ ആദരവ് നമുക്കവിടെ വ്യക്തമായി കാണാവുന്നതാണ്. പ്രായത്തെ ആദരിക്കുന്ന യുവത്വം മറിയമ്മിൽ തുളുമ്പി നിൽക്കുന്നു. മറിയം നൽകുന്ന ആദരവ് അനുഗ്രഹമായി അവളിൽ തിരിച്ചുന്നതായി നമുക്ക് കാണാം. പിന്നീട് നാം കാണുന്നത് എന്താണ്? ഉല്ലാസത്തോടും ആനന്ദത്തോടും ദൈവത്തെ സ്തുതിച്ചു പാടുന്ന മഹത്വഗാനം. മാഗ്നിഫിക്കറ്റ് എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ ഗാനത്തിൻ്റെ അർത്ഥതലം വർണ്ണനാതീതമാണ്. നല്ലത് ചിന്തിക്കാനും നല്ല വാക്കുകൾ അടുക്കോടും ചിട്ടയോടും കൂടെ സംസാരിക്കുവാനും സന്ദർഭം അറിഞ്ഞ് മാത്രമേ സാന്നിധ്യം പോലും പ്രകടിപ്പിക്കാവുന്ന തിരിച്ചറിവെക്കുന്ന അതിശ്രേഷ്ഠ സ്ത്രൈണ ഭാവം മറിയാമിൻ്റെ ഈ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസം എത്രയോ ശക്തമാണ്. ഒരു മഹത്തായ സത്യം കൂടി പരിശുദ്ധ അമ്മയെ നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ മേൽ അവൻ്റെ കരുണ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു എന്ന്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്ത് നീതി നടപ്പാക്കുമെന്നും നമ്മെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പൗരസ്ത്യ സഭാ ദർശനത്തിൽ ശുദ്ധിമതിയായ മാതാവിന് 2ാം സ്വർഗമെന്ന ആഴമേറിയ വിശേഷണമാണ് പരിശുദ്ധ സഭ നൽകിയിരിക്കുന്നത്. മാനവരക്ഷകനെ ലോകത്തിന് സമ്മാനിക്കുവാൻ കഴിഞ്ഞ മറിയത്തിന് ഉത്തമഗീതത്തിലെ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുന്നു. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മതയും ഉള്ളവൾ എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ മാതാവിനെ പോലെ ആത്മശുദ്ധീകരണത്തിലൂടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ നമുക്ക് കഴിയട്ടെ. സുഗന്ധ മൂല്യങ്ങൾ സുഗന്ധം വരുത്തുന്ന ജീവിതമാകട്ടെ നമ്മുടേത്. അപ്പോൾ ജീവൻ്റെ വെളിച്ചമായ ക്രിസ്തു നമ്മിൽ ഉദയം ചെയ്യും. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ശൂന്യ പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.